യോഗ്യനാകുന്നു, യോഗ്യനാകുന്നു, യോഗ്യനാകുന്നു എന്ന് 3 പ്രാവശ്യം ചൊല്ലി അദ്ദേഹത്തെ വന്നിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുവാനായിട്ട് നടത്തപ്പെടുന്നതായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. ജോസഫ് പ്രഥമൻ യോഗ്യനും വാഴ്ത്തപ്പെട്ടവനുമാകുന്നുവെന്ന് മുഖ്യ കാർമ്മികൻ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ യോഗ്യൻ തന്നെ എന്നർത്ഥമുള്ള ഓക്സിയോസ് എന്ന് പറയുന്നു. മെത്രാപ്പൊലിത്തമാരും വൈദികരും അത് ഏറ്റുചൊല്ലുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ചാരി ونشمع لسبرتك ملي حياته بوانجيليون قديشة موران يشوع بشيحه مفقر على الشولان وريانو أكشلمو الخلخون شمشيهم كورسوس مخيوني صومن يوحنان شليهو وصول المغرس هايو فركون العلمون يخدثوا عالميفة تشبخون شروحة شلح الفرقونة عالقول الرحمة والعلمين صبنوه شمشيهم بصرها يالود البصر من سلطو قادش نورين بارك مور ولندين وكانوا هواي هيمينا نمودينا സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിൽ കൂടി പ്രവേശിക്കാതെ മറ്റു ഭാഗങ്ങളിലൂടെ കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് ആടുകളുടെ ഇടയൻ. വാതിൽ കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദത്തെ അനുസരിക്കുകയും അവന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തു കൊണ്ടുപോകുകയും ചെയ്യും. ആടുകളെ പുറത്തിറക്കിയ ശേഷം അവൻ അവയ്ക്ക് മുമ്പേ നടക്കും. ആടുകൾക്ക് അവന്റെ ശബ്ദം തിരിച്ചറിയാവുന്നതുകൊണ്ട് അവന്റെ സ്വന്തം ആടുകൾ അവന്റെ പിന്നാലെ പോവുകയും ചെയ്യും. എന്നാൽ ആടുകൾ അന്യന്റെ പിന്നാലെ പോവുകയില്ല. അന്യന്റെ ശബ്ദം അവയ്ക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ അവന്റെ അടുക്കൽ നിന്നും ഓടിയകലുന്നു. ഈ ഉപമകർത്താവ് അവരോട് പറഞ്ഞു. എന്നാൽ അവരോ താൻ എന്താണ് അവരോട് സംസാരിച്ചതെന്ന് ഗ്രഹിച്ചില്ല. വീണ്ടും തമ്പുരാൻ അവരോട് സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാകുന്നു ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വരുന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, എന്നാൽ ആടുകൾ അവരെ ശ്രദ്ധിച്ചില്ല. ഞാനാകുന്നു വാതിൽ. ഒരുവൻ എന്നിലൂടെ പ്രവേശിച്ചാൽ ജീവിക്കും. അവൻ അകത്ത് കിടക്കുകയും പുറത്തിറങ്ങുകയും നീച്ചൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. കള്ളൻ മോഷിപ്പാനും കൊല്ലുവാനും നശിപ്പിക്കാനും അല്ലാതെ വരുന്നില്ല. ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ സമർപ്പിക്കുന്നു. എന്തെന്നാൽ കൂലിക്കാരൻ ഇടയനില്ലാത്തതിനാലും ആടുകൾ അവന്റെ സ്വന്തമല്ലാത്തതിനാലും ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകൾ വിട്ടിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് ആടുകളെ പിടിക്കുകയും ആട്ടിൻകൂട്ടത്തെ ചിതറിക്കുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനാകാനും
ആടുകളെ കുറിച്ച് അവന് കൂടുതൽ കരുതലില്ലാത്തത് കൊണ്ടും കൂലിക്കാരൻ ഓടിപ്പോകുന്നു. ഞാനാകുന്നു നല്ല ഇടയൻ, എന്റേതിനെ ഞാൻ അറിയുകയും എനിക്കുള്ളവയാൽ ഞാൻ അറിയപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ എൻ്റെ പിതാവ് എന്നെ അറിയുകയും ഞാൻ എൻ്റെ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ തൊഴുത്തിൽ ഉൾപ്പെടാതെ വേറെ ആടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കുകയും അങ്ങനെ എല്ലാവരും കൂടി ഒരേ ആട്ടിൻകൂട്ടവും ഒരിടയനുമായി തിരിക്കും എന്നോട് കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാറക് മോർ ശൈനോ വഷ്ലോ